സർക്കാരിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ആദ്യമായി എൻ.ഡി.എ സർക്കാർ വരാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പലതവണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ കാറ്റ് വ്യത്യസ്തമാണെന്നും മോദി പറഞ്ഞു. തിരുവല്ലയിലെ എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ശബരിമല അയ്യപ്പനെ പ്രണമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. മലയാളത്തിൽ അഭിസംബോധന ചെയ്ത മോദി കേരളത്തിലെ വികസനം തിരുവല്ലയിൽ നിന്ന് തുടങ്ങുമെന്ന് വ്യക്തമാക്കി. അനൂപ് ആന്റണിയെ തിരുവല്ലയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ മോദി തിരുവല്ലയിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. അനൂപ് ആന്റണി തനിക്കൊപ്പം വർഷങ്ങളായുണ്ടെന്നും മോദി പറഞ്ഞു. കേരളത്തിലെ പ്രവർത്തകരുമായി തന്റെ ബൂത്ത് പരിപാടിയിൽ സംസാരിച്ചു. LDFന് വിട നൽകാൻ കേരളം തയ്യാറാണെന്ന് അതിലൂടെ മനസ്സിലായി. അതേസമയം പ്രധാനമന്ത്രിയെ കാണാൻ ഹെലിപ്പാഡിന് സമീപം റോഡ് ഷോയ്ക്ക് എത്തിയതുപോലെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. റോഡിന് ഇരുവശവും ജനങ്ങളുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ, അനൂപ് ആന്റണി അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ കൈ പിടിച്ച് ഉയർത്തിയാണ് മോദി സദസ്സിനെ അഭിവാദ്യം ചെയ്തത്. വേദിയിൽ NDA സ്ഥാനാർത്ഥികൾ മോദിക്കൊപ്പം അണിനിരന്നു. തിരുവല്ലയിലെ കൺവെൻഷനിൽ 11 NDA സ്ഥാനാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. തിരുവല്ലയിലെ NDA കൺവെൻഷൻ വേദിയിലെത്തിയ മോദിക്ക് ക്രിസ്തുവിന്റെ രൂപം നൽകിയാണ് BJP നേതാവ് സ്വീകരിച്ചത്. കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് മോദിക്ക് തിരുരൂപം നൽകിയത്. NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയും ജനറൽ സെക്രട്ടറി S സുരേഷും നൽകിയ പടയണിയുടെ തപ്പുകൊട്ടി മോദി BJP പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. മലയാളത്തിലാണ് മോദി തന്റെ പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി. തിരുവല്ലയിലെ ശ്രീ വല്ലഭന്റെ പവിത്രഭൂമിയെന്നും ശബരിമല തീർത്ഥാടനത്തിന്റെ പുണ്യഭൂമിയെന്നും വിശേഷിപ്പിച്ച് സ്വാമി അയ്യപ്പനെ പ്രണമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര വികസനം തിരുവല്ലയിൽ നിന്ന് തുടങ്ങണമെന്നും വരും വർഷങ്ങളിൽ കേരളം വികസന പാതയിൽ കുതിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനൂപ് ആന്റണി കഴിഞ്ഞ 5 വർഷമായി എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്. രാജ്യം മൊത്തം എനിക്ക് വേണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി എനിക്കറിയാം. കുറെ കാലമായി എന്റെ വലം കൈയായി അനൂപ് പ്രവർത്തിക്കുകയാണ്. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇനി അനൂപിന്റെ സംഭാവന നാടിന് ലഭിക്കാൻ പോവുകയാണ്. തിരുവല്ലയിലെ ജനങ്ങളുടെ വിശ്വാസമാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, പ്രധാനമന്ത്രി പറഞ്ഞു. കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ പിന്നിലാണ്. ഗ്രാമീണ റോഡുകളുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പരിതാപകരമാണ്. കേരളത്തിൽ നാളിതുവരെ BJP സർക്കാർ ഉണ്ടായിട്ടില്ല. എന്നിട്ടും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരവസരവും ഞങ്ങൾ പാഴാക്കിയിട്ടില്ല. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച സമയത്തേക്കാൾ 5 ഇരട്ടി പണമാണ് NDA സർക്കാർ കേരളത്തിനു വേണ്ടി നൽകിയത്, മോദി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ 3ാം ഘട്ട പ്രചരണം ആവേശം പകർന്നാണ് പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെത്തിയത്. ചങ്ങനാശ്ശേരിയിൽ NSS ഹിന്ദു കോളേജിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗം തിരുവല്ലയിലെത്തി. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി കേന്ദ്ര നേതാക്കളാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിൽ എത്തുന്നത്. NDA ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ടാണ് കേന്ദ്ര നേതാക്കളുടെ പ്രചരണം മുന്നോട്ടു പോകുന്നത്. വഴിനീളെ പ്രധാനമന്ത്രിയെ കാണാൻ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. റോഡ് ഷോ ഇല്ലെങ്കിലും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മോദി വേദിയിലെത്തിയത്. തിരുവല്ലയിലെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് പോയി.